ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ ലീവ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റിങ് റോപ്പ്. ഇത് 36 mm റിങ് റോപ്പാണ്. നമ്മുടെ വല കോരുന്നതിന് റിങ്ങിൻ്റെ അകത്തൂടെയൊക്കെ കരുത്തിയെടുക്കുന്ന റോപ്പ്. അപ്പോൾ ഈ റോപ്പിൻ്റെ അകത്ത് നമ്മൾ ഒഴിവ് കുത്തും, അതായത് ഒഴിവ് കെട്ടാൻ വേണ്ടിയുള്ള, അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ റോപ്പിൻ്റെ അകത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് പോലെ ഇങ്ങനെ ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കെട്ടുന്നത്. ഇതിൽ കെട്ടി വലയുടെ അറ്റഭാഗം ഇവിടെയാണ് കെട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒഴിവ് കുത്തുകയാണ്. ഇത് ചെയ്യുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ചേട്ടനാണ് ഇവിടെയുള്ള. ഇത് 36 mm റോപ്പിൻ്റെ അകത്ത് 10 mm റോപ്പിട്ടാണ് ഇത് കുത്തുന്നത്. ഈ പച്ച കളറിൽ കാണുന്നതാണ് 36 mm കമ്പ. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലൂടെ കരുത്തിയിട്ടിരിക്കുന്ന റോപ്പ് 10 mm-ൻ്റെയാണ്. ഈ കമ്പയുടെ അകത്ത് നമ്മൾ ആദ്യം സെൻറ്ററിലൂടെ കരുത്തിയതിന് ശേഷം ഈ 10 mm റോപ്പിൻ്റെ പിരി നമ്മൾ 3 എണ്ണവും അഴിക്കും. അതിനുശേഷം ഈ കമ്പയ്ക്കകത്ത് ഓരോ പിരി ഇടവിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 10 പിരിയോളം ഫ്രണ്ടിലോട്ട് കരുത്തി, അതേപോലെ തന്നെ തിരിച്ച് കരുത്തി കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ 3 പിരികളും ഇതുപോലെ കരുത്തിയെടുക്കും 2 സൈഡിലും. ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ കെട്ടാൻ വേണ്ടി, അതായത് നമ്മുടെ വലയുടെ തലഭാഗം ഈ ഒരു ഒഴിവിലാണ് കെട്ടുന്നത്. എന്നിട്ട് ഇതിൻ്റെ അറ്റവും കൊണ്ടാണ് രണ്ടുപേരും വെള്ളത്തിലോട്ട് ചാടുന്നത്. നമ്മൾ വള്ളം വല കോരി ഈ കമ്പയുടെ തലയാണ് വന്ന് വള്ളത്തിൽ വാങ്ങുന്നത്. എന്നിട്ട് വീഞ്ചിൽ ഈ കമ്പ അടിച്ചെടുക്കും. എന്നിട്ട് ഇതിൻ്റെ തല ആ ഭാഗം എത്തുന്ന സമയത്ത് നമ്മൾ അഴിച്ച് വള്ളത്തിൽ കെട്ടി ബാക്കി റോപ്പ് നമ്മൾ കുറുക്കിയെടുക്കുന്നത് വീഞ്ച് ഉപയോഗിച്ചാണ്. ഇപ്പോൾ രഞ്ജിത്തണ്ണൻ ഇവിടെയുള്ള മറ്റു വള്ളങ്ങളിലൊക്കെ പോയി ഇതുപോലെ കമ്പ പ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പ്ലേസ് ചെയ്യുക പറയുമ്പോൾ നമ്മൾ 2 റോപ്പുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നതിനാണ് പ്ലേസിങ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ കമ്പയൊക്കെ പോയി പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വള്ളങ്ങളിലൊക്കെ പോയി ചെയ്യുന്നത് രഞ്ജിത്തണ്ണനാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. പുള്ളിക്ക് വരാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പുള്ളി അടുത്തൊക്കെ ആണെങ്കിൽ വന്ന് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഞാൻ നമ്പർ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒഴിവ് കുത്തുക എന്ന് പറയുന്നത് 25 ഭാഗം കമ്പ അളന്നെടുത്തതിന് ശേഷമാണ്. ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ 2 കൈയുടെ അകലം, അതിനാണ് ഒരു ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ 25 ഭാഗം നമ്മൾ അളന്നെടുത്തിട്ടാണ് ആദ്യത്തെ ഒഴിവ് കുത്തുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഒഴിവ് കുത്തുന്നത് ഒരു 15 ഭാഗം അളന്നെടുത്തതിനാണ്. അപ്പം ആദ്യം നമ്മൾ ഒഴിവ് 25 ഭാഗത്തിൽ കുത്തുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വള്ളം ഒരു 10, 15, 20 ഭാഗം വെള്ളത്തിലൊക്കെ വന്ന് കോരുമ്പോൾ നമ്മൾ ഈ 17 ഭാഗം അളന്നെടുത്തത് ഒക്കെയാണ് കെട്ടുന്നത്. അപ്പോഴത്തേക്ക് അത്രയും റോപ്പ് നമ്മുടെ ഈ വെള്ളത്തിൽ ചാടുന്ന ആൾക്കാരുടെ കയ്യിൽ കാണും. വെള്ള വലിവ്, അതായത് വെള്ള ഒഴുക്കൊക്കെ കൂടുതലാണെങ്കിൽ കമ്പ കുറച്ചും കൂടെ കൂടുതൽ ആവശ്യമായിട്ട് വരും. അത് ഈ കമ്പ അളക്കുന്ന അതിനാണ് നമ്മൾ ഈ വള്ളത്തിൻ്റെ റോപ്പ് ഒഴുകി കുറേയൊക്കെ ദൂരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വള്ളം വല കോരി വള്ളം ആൾ കിടക്കുന്ന ഭാഗം വരെ ഓടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വെയിറ്റും എല്ലാം ആയിട്ടാണ് വല കോരി വിടുന്നത്. അപ്പോൾ അത് താഴെ പോകുമ്പോഴത്തേക്ക് വെള്ളവലിവൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മുടെ കമ്പ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഒഴിവ് കുത്തുന്ന സമയത്ത് കുറച്ച് കമ്പ കൂടുതലിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 15 ഭാഗത്തിലാണ് ഒഴിവ് കെട്ടുന്നതെന്ന് പറഞ്ഞത്. ആദ്യം അളന്നത് 25 ഭാഗമാണ്, രണ്ടാമത് അളന്നതാണ് 15. അപ്പോൾ 40 ഭാഗം കമ്പ കാണും. ഈ 40 ഭാഗം കമ്പയിലാണ് നമ്മൾ 24, 25 ഭാഗം വെള്ളത്തിലൊക്കെ വല കോരുമ്പോഴത്തേക്ക് കമ്പയുമായിട്ട് ഇറങ്ങുന്നവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള കമ്പ കൈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ റോപ്പൊക്കെ കുത്തി കഴിഞ്ഞു.